നിന്ന് തുടങ്ങി ഇതുവരെയ്ക്ക് നമ്മൾ പല കേസുകളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളവരെ അറസ്റ്റ് ചെയ്ത് അവരൊക്കെ സുരക്ഷിതമായിട്ട് അവരുടെ രക്ഷിതാക്കളുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് കുറേ ആളുകൾക്ക് ജോലി ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ തുടങ്ങി നമ്മുടെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ആരോഗ്യ മേഖലയിൽ തുടങ്ങി എല്ലാത്തിലും നമ്മുടെ കയ്യൊപ്പുണ്ട്. ഒക്കെ അത് ഇവിടെ മാത്രമല്ല നമ്മുടെ നാട്ടിലും ചെയ്യുന്നുണ്ട്. സുഖമില്ലാത്ത ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്തുള്ള ഒരു സഹോദരി ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ക്യാൻസറായിട്ട് നാട്ടിൽ പോയി. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം അവരുടെ വീട്ടിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഈ കുറേ പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുസ്തകമായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദിവാസി മേഖലകളിലൊക്കെ നമ്മൾ ഒരു ക്യാമ്പയിൻ നടത്തിയിട്ട് അതൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചേർന്നെന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോഴും സാമ്പത്തികമായിട്ടും ആരോഗ്യമൊന്നും മേടിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. കാര്യങ്ങൾക്ക് സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയ്ക്ക് ഇടയ്ക്ക് നമ്മളൊരു ടൂർ പരിപാടികളോ അല്ലെങ്കിൽ ഓണാഘോഷ പരിപാടികളോ അല്ലെങ്കിൽ ഈദ് പരിപാടികളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്ത് എല്ലാവരും കൂടിയുള്ള ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അത് ഈ ജോലിയുടെ ഇടയിലൊക്കെ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയ്ക്ക് അതും ഇതിൻ്റെ കൂടെ പോകുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഫേസ്ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ ജനറലായിട്ടുള്ള കാര്യങ്ങളെ കാണുള്ളൂ. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ നമ്മൾ ആരെയും അവരുടെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നും നമ്മളെ പ്രയാസങ്ങളൊന്നും ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ അവരുടെ നിസ്സഹായത നമ്മൾ എടുത്ത് മുതലാക്കി അതൊന്നും പ്രചരിപ്പിക്കാൻ നമുക്ക് താല്പര്യമില്ല. അത് നമ്മുടെ ഒരു പോളിസിലല്ല.